ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ധനുഷിനെയാണ്. ധനുഷ് അവന്തികയെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകുന്നതേ ഉള്ളെന്ന് അവന്തിക പറയുന്നു. ശരി ശരി, വേഗം വായെന്ന് പറഞ്ഞ് ധനുഷ് പുറത്തേക്ക് ഇറങ്ങാൻ നേരം നന്ദൻ ധനുഷിനെ കാണുകയാണ്. അല്ല, ധനുഷ് എങ്ങോട്ടേക്കാണെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അത് പിന്നെ സാർ, ഞാനിന്ന് പുറത്തേക്ക്. ആണോ? ഞാനും പുറത്തേക്ക് തന്നെയാ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, അത് പിന്നെ സാർ, എനിക്ക് വീട് വരെയും കൂടി ഒന്ന് പോകണമായിരുന്നു. അതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന അവന്തിക ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്തിക മറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദൻ പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവന്തികയും അവിടെ നിന്ന് പോവുകയാണ്. ഇത് കാണുന്ന അർച്ചന മനസ്സിൽ പറയുകയാണ്, രണ്ടുപേരും കൂടി ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും അവന്തികയുമാണ്. സത്യം പറഞ്ഞ അർച്ചനയുടെ ട്രാപ്പിൽ ഞാൻ വീണു പോയതാണെന്ന് ധനുഷ് പറയുമ്പോൾ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അവളത്ര നിസ്സാരക്കാരിയല്ലെന്ന് എന്ന് അവന്തിക പറയുന്നു. എന്നിട്ട് നീ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതും പറ്റിപ്പോയെന്ന് ധനുഷ് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവൾ പറഞ്ഞ വഴി എല്ലാം നിർത്തിയിട്ട് നീ പോകാൻ നോക്ക്. ഇതിനാണെങ്കിൽ നിന്നെ കാണേണ്ട ഒരാവശ്യവും എനിക്കില്ലായിരുന്നല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാനിവിടുന്ന് പോയാൽ അവന്തിക ഒറ്റയ്ക്കാകും. അവന്തികയെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾക്ക് പല പ്ലാനും ഉണ്ടെന്നാ എനിക്ക് തോന്നിയത്. ഞാൻ ഇവിടുന്ന് പോയാൽ നിനക്ക് നാശം മാത്രമേ ഉണ്ടാകൂ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പുച്ഛത്തോടെ പറയുകയാണ്, എന്ത് സംഭവിക്കാനാ? പണ്ടും അവന്തിക ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അവന്തികയ്ക്കറിയാം അവന്തികയുടെ പ്രതികാരം വീട്ടാൻ. അല്ലാതെ അവന്തികയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അതൊക്കെ പണ്ടാണ് അവന്തികെ. ഇപ്പോ കൂടെ പിറപ്പായി കൂടെ നിന്ന അനഘ പോലും നിന്റെ ശത്രുവാണ്. കൂടാതെ ആ വീട്ടിൽ ആർക്കും നിന്നോട്ട് വിശ്വാസവുമില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നല്ലോ. അവന്തികയുടെ സ്ഥിതിയെ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു ചെറു വിരൽ പോലും അവന്തികയ്ക്ക് ഇപ്പോൾ അനക്കാനേ സാധിക്കില്ല. ഇതിനിപ്പോ ഒരു വഴിയേ ഉള്ളൂ. അർച്ചന പറഞ്ഞ ഈ 48 മണിക്കൂറിനുള്ളിൽ തന്നെ എന്റെയും സ്നേഹയുടെയും വിവാഹം നടക്കണം. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നിനക്കെന്താ വിവാഹത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ? നിനക്കത്രയ്ക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, അതെ, അജയന്റെ കൊലക്കേസിൽ ഒന്നാം പ്രതി നീയും രണ്ടാം പ്രതി ഞാനുമാണ്. കൊലക്കുറ്റത്തിന് അകത്തു പോണോ ഈ വിവാഹം നടത്തി നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ? നീ തന്നെ ചിന്തിക്ക്. ഇത് നിന്ന് കാണുന്നവർക്ക് നെല്ലിശ്ശേരിയിലെ ഇളയ മകളുടെ ഭർത്താവാണ് ഞാൻ. കൂടാതെ മൂത്ത മരുമകള് നീയും. എന്നാൽ എനിക്കെന്നും അവന്തികയോട് മാത്രമേ സ്നേഹമുണ്ടാകൂ. എന്നിട്ട് കിട്ടുന്ന തക്കത്തിന് അവിടെയുള്ള എല്ലാവരുടെയും കഥ നമ്മൾ തീർക്കും, സ്നേഹയുടെ അടക്കം. എന്നിട്ട് എല്ലാം കണ്ട് പകച്ചു നിൽക്കുന്ന അർച്ചനയെ നീ വേണം കൊല്ലാൻ. ഇതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ നീ കരുതുന്നത് പോലെ എനിക്ക് സ്നേഹയോട് ഒരിഷ്ടവുമില്ല. പക്ഷേ അർച്ചന നമ്മുടെ വിവാഹത്തിന് ഉണ്ടാകാനേ പാടില്ല. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അർച്ചന മാത്രമല്ല, ഈ വിവാഹത്തിന് തടസ്സം പറയുന്ന ആരും തന്നെ വിവാഹത്തിന് ഉണ്ടാകാൻ പാടില്ല. ആതിര ഇപ്പോൾ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിലുള്ള ആരും, കൂടാതെ സന്ദീപും വിവാഹത്തിന് വരില്ല. പക്ഷേ അതിനു മുന്നേ സ്നേഹയുടെ മനസ്സ് മാറാതെ നോക്കണമെന്ന് അവന്തിക പറയുമ്പോൾ അതൊരിക്കലും മാറില്ലെന്നും അതിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നതെന്നും ധനുഷ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയ്ക്കായിട്ട് ഒരു കൊറിയർ വരുമ്പോൾ അത് ഒപ്പിട്ട് വാങ്ങുന്നത് അർച്ചനയാണ്. അങ്ങനെ അർച്ചന അതും കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അതേസമയം അവന്തികയും നെല്ലിശ്ശേരിയിലെത്തുന്നു. ആരാച്ച ഇപ്പോൾ വന്നിട്ട് പോയതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സ്നേഹയ്ക്ക് വന്ന എന്തോ കൊറിയറാണെന്ന് സേതു പറയുന്നു. അതേസമയം അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവന്തിക. ദേ കണ്ടില്ലേ, സ്നേഹയ്ക്ക് വന്നൊരു കൊറിയറാ. സ്നേഹയ്ക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവനാ കൊറിയർ അയച്ചിരിക്കുന്നത്. ഡി വെച്ച് തുടങ്ങും, പേര് ധനുഷ്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുന്നു. എന്താ, നിങ്ങൾക്കിത് തുറന്നു നോക്കാൻ തോന്നുന്നുണ്ടോ? ഇന്നാ തുറന്നു നോക്ക്, നിങ്ങളുടെയും കൂടി പ്രിയപ്പെട്ടവനല്ലേ അയച്ചതെന്ന് അർച്ചന പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചനയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി പൊട്ടിച്ചു നോക്കുകയാണ് അവന്തിക. അതിൻ്റെ ഉള്ളിൽ ഒരു ജ്വല്ലറി ബോക്സാണ് ഉണ്ടായിരുന്നത്. അത് തുറക്കുന്ന അവന്തിക അതിൻ്റെ അകത്തുള്ള നെക്ലേസും കമ്മലും ഒക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ആഹാ, ധനുഷിന് നല്ല സെലക്ഷൻ ആണല്ലോ. ദേ കൂടാതെ ഒരു ലവ് ലെറ്ററും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അർച്ചന അത് തുറന്നു വായിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിക്ക്, ഇത് നിനക്ക് നേരിട്ട് തരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ എവിടെ പോയാലും നിന്റെ അർച്ചനേട്ടത്തിയും അവന്തികേട്ടത്തിയും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാകുമല്ലോ. അവന്തികേട്ടത്തിയെ കൊണ്ടാ കൂടുതൽ ശല്യം. ബാക്കിയെല്ലാം നേരിട്ട് കാണുമ്പോൾ പറയാമെന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പെട്ടെന്ന് അങ്ങോട്ടേക്ക് സ്നേഹ വരികയും അവരുടെ കയ്യിൽ നിന്നും അതെല്ലാം തട്ടിപ്പറിക്കുകയും ചെയ്യുന്നു. എനിക്ക് വന്ന കൊറിയർ നിങ്ങൾ എന്തിനാ തുറന്നു നോക്കിയതെന്ന് സ്നേഹ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ
ഞങ്ങളെ തുറന്നു നോക്കിയെന്ന് പറഞ്ഞ് അതിനെന്താന്ന് അർച്ചന ചോദിക്കുന്നു. അതെ, ABCD എന്നൊക്കെ പറഞ്ഞ് ഓരോ കൊറിയർ വന്നാൽ ഞങ്ങൾ തുറന്നു നോക്കിയെന്നിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാനല്ല തുറന്നു നോക്കിയത്, അവന്തിക ഏട്ടത്തിയാ. ഞാൻ പറഞ്ഞതാ തുറക്കണ്ടെന്ന്, പക്ഷേ ഏട്ടത്തി കേട്ടില്ല. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുമ്പോ എന്താണെങ്കിലും കാണിച്ചത് മോശമായി പോയെന്ന് പറഞ്ഞ് സ്നേഹ അകത്തേക്ക് പോകുന്നു. അവന്തിക തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.